ഷൊർണൂർ നഗരസഭ കോൺഗ്രസ് കൗൺസിലർ രാജി സിപിഎമ്മിന്റെ കപടതന്ത്രമെന്ന് ഷൊർണൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി. സിപിഎമ്മിന്റെ പിൻവാതിൽ നിയമന വാഗ്ദാനത്തോടെയാണ് കൗൺസിലർ രാജിയെന്നും കോൺഗ്രസ്. 10 വർഷം കോൺഗ്രസിന്റെ ഔദാര്യത്തിൽ ഷൊർണൂർ നഗരസഭാ കൗൺസിലറായി 2 മാസം ബാക്കി നിൽക്കെ കഴിഞ്ഞ മാസത്തെ കൗൺസിൽ അലവൻസ് അടക്കം വാങ്ങി അവസാന ആനുകൂല്യം കൂടി കൈപ്പറ്റി പാർട്ടിയെ അറിയിക്കാതെയാണ് കൗൺസിലർ രാജിവെച്ചതെന്നും ഇതിന്റെ പിന്നിൽ സിപിഎമ്മിന്റെ കപടതന്ത്രവുമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി വാഗ്ദാനം ചെയ്തും ജോലി സ്വപ്നം കൊണ്ടുകൊണ്ടുമാണ് സിപിഎം പറയുന്ന തത്തമ്മേ പൂച്ച എന്നിവ ഏറ്റുപറയുകയാണെന്നും നഗരസഭയിലെ നിലവിലുള്ള 6 ആശാവർക്കർമാരിൽ ഒരാളായി നിയമനം നടത്താമെന്നാണ് വാഗ്ദാനം. നഗരസഭയിലെ കഴിഞ്ഞ കാലങ്ങളിലെ ദുർഭരണം മൂടിവെക്കുന്നതിന് ഇവർ ചാക്കുമായി ഇറങ്ങിയിരിക്കുകയാണ്. എംപി ഫണ്ട് അനുവദിക്കുന്നത് സിപിഎമ്മിനെ പോലെ പാർട്ടി ഓഫീസിൽ നിന്നല്ല, ജനങ്ങളുടെ ആവശ്യപ്രകാരമാണ് എംപി ഫണ്ട് അനുവദിക്കുന്നത്. 10 വർഷത്തോളം തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയ ആളുമാണ് ഇന്നലെ രാജിവെച്ച കൗൺസിലർ. സിപിഎമ്മുമായി ഒരു അന്തർധാര ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞങ്ങൾക്ക് പത്രദൃശ്യമാധ്യമങ്ങളോട് തുറന്നു പറയാൻ യാതൊരു മടിയുമില്ല. ഇവർ അവിടെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകരോട് പരസ്പരം ഒരു പോരടിക്കുന്ന ഒരു നയം സമീപനമാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ നമ്മുടെ പാർട്ടി പ്രവർത്തകർക്കെല്ലാം തന്നെ വളരെ അമർഷമുണ്ടായിരുന്നു. ആ അമർഷം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പലതവണ നമ്മളത് പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് അവരെല്ലാം പ്രവർത്തകരെ കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകണമെന്നെല്ലാം പറഞ്ഞതാണ്. സിപിഎം ഭരിക്കുന്ന ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിൽ 1 കോടി രൂപ ആശുപത്രി ഫണ്ട് അനുവദിച്ചതും ടൗൺ സ്റ്റാൻഡിൽ ടാക്സിക്കാർക്ക് സൌകര്യമൊരുക്കിയതും ആവശ്യപ്രകാരമാണ്. രാജിവെച്ച കൌൺസിലർ ഇതുവരെ വാർഡിലെ വികസനത്തിനായി എംപിയോട് ഒരു ഫണ്ടും ആവശ്യപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 6 മാസമായി സ്വന്തം വാർഡിലെ വികസന കാര്യത്തിൽ ശ്രദ്ധിക്കാതെ സ്വന്തം പാർട്ടി പ്രവർത്തകരെയും ജനങ്ങളെയും എതിരാക്കി മുന്നോട്ടു പോവുകയാണ്. കൌൺസിലറെ വിളിച്ച് പാർട്ടി താക്കീത് നൽകിയിരുന്നു. പാർട്ടിയിൽ നിന്നും വലിയ കോലാഹലം മുഴക്കി രാജിവെച്ചവരുടെ സ്ഥിതി ഇന്ന് എന്താണെന്ന് മനസ്സിലാക്കണമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പാലക്കാട് എംപി ഈ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ പ്രത്യേക രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റോ നോക്കിയല്ല പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ വികസനം നടത്തുന്നത്. നമുക്കറിയാം, ഷൊർണൂർ നഗരസഭ ഭരിക്കുന്നത് സിപിഎം ആണ്. അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളും വിവിധ വാർഡുകളും ഒക്കെ ഉൾപ്പെടുത്തി എംപി വികസനത്തിൻ്റെ പ്രഖ്യാപനം നടത്തുമ്പോൾ, വികസനം നടത്തുമ്പോൾ എംപി നൽകിയ ഹൈമാസ് റേറ്റിൽ തൻ്റെ വാർഡിലേക്ക് ഹൈമാസ് റേറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും എംപിയെ കുറിച്ച് നടത്തിയ ആരോപണം. നേതാക്കളായ ടി കെ ബഷീർ, കെ കൃഷ്ണകുമാർ, വി കെ ശ്രീകൃഷ്ണൻ, ടി വൈ ഷിഹാബുദ്ദീൻ, വിജയ് പ്രകാശ് ശങ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.